നമസ്കാരം, കോപ്പർ കോയിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6-7 അടി താഴ്ചയിൽ അതൊരു പാടി ഫീൽഡായിരുന്നു. അത് എനിക്ക് ഇത്ര ഓർമ്മയുള്ളൂ. ബൈക്ക് ഇങ്ങനെ താഴത്തേക്ക് പോയി ഫ്രണ്ട് വീൽ കുത്തി അവസാനം ഇവരെടുത്ത് കിടത്തി ഒരു സൈഡിൽ. കുറച്ച് കഴിയുമ്പോൾ തന്നെ ആംബുലൻസ് ഒന്ന് പിന്നെ ഇവിടെ മെട്രൺ റാലി റൈഡിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു 57 വയസ്സുകാരനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, ബിനു ജോൺ. നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. എങ്ങനെയാണ് ഈ ബൈക്ക് റാലിയിലോട്ടുള്ള വരവ്? ബൈക്ക് റൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ എനിക്ക് സ്പീഡിനോട് ഭയങ്കര താല്പര്യമാണ്. അന്ന് അപ്പം മുതലേ സൈക്കിളിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ സൈക്കിൾ ഓട്ടാനും തുടങ്ങി. ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അപ്പനാണ് സൈക്കിൾ ഓട്ടാൻ പഠിപ്പിച്ചത്. ഞാനൊരു 3.5 വയസ്സായപ്പോഴൊക്കെ മുതൽ സൈക്കിൾ ഓട്ടമായിരുന്നു. അപ്പോൾ ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അന്നും സൈക്കിളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. അപ്പോൾ 7th സ്റ്റാൻഡേർഡ് മുതലേ ഞാൻ ആൽബർട്സിലാണ് പഠിക്കണം. അങ്ങനെയാണ് ബൈക്സൊക്കെ കണ്ടു തുടങ്ങിയതും. നമുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് മഞ്ഞുമ്മലാണ്. അവിടെയൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ആ സമയത്തൊക്കെ. പക്ഷേ ഞാൻ വലുതായി ആൽബർട്സിലോട്ട് വന്നപ്പോൾ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഷൈൻ ചേട്ടൻ പുള്ളിയാണ് എൻ്റെ ആദ്യത്തെ ഹീറോ. കാര്യം എന്ന് വെച്ചാൽ പുള്ളി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അതിലെ ബൈക്കിൽ പോകും. അപ്പോൾ നമ്മളിതൊക്കെ അന്ന് ബൈക്ക് കാണാൻ വേണ്ടി വന്ന് നിൽക്കുക. ആ ഒരു ഇതിൽ വന്നു. പിന്നെ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലായിരുന്നു ആ സമയത്ത് ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത്. അത് ഏത് കാലഘട്ടം? കോളേജ് 86. ഓക്കെ. ആ സമയത്ത് ഫുട്ബോൾ കളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പഠിത്തം നിർത്തി. എന്ന് പറഞ്ഞാൽ പകുതി വെച്ച് സെക്കൻഡ് ഇയർ ഒരു പകുതി വെച്ച് പഠിത്തം പരിപാടി നിർത്തി. അത് കഴിഞ്ഞ് ഈ അങ്കിളിൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, കോളേജിൻ്റെ അടുത്ത് തന്നെ, അത് മറ്റേ നമ്മുടെ മാധവ സൈഡിൽ കൂടി പോണ വഴിയിലാണ്, വിദ്യാനഗറിൻ്റെ സൈഡിൽ. അപ്പോൾ അങ്ങനെ അവിടെ പോയി തുടങ്ങി. അപ്പോൾ നമുക്ക് അതിനോടൊരു ഭയങ്കര താല്പര്യമായി തുടങ്ങി. അങ്ങനെ ഒരു യമഹയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, അത് മെക്കാനിക്സ് ട്രെയിനിങ് ആണത്. അതെനിക്ക് വേറൊരു കെയർഓഫിൽ ഡൽഹിയിൽ പോകാൻ പറ്റി. അതൊരു 90-ലാണ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. അതിൽ അങ്ങനെ പരിചയപ്പെട്ട കുറേ ആൾക്കാർക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമാണ് മോട്ടോർ സ്പോർട്ട്. അപ്പോൾ നമ്മളൊക്കെ ഈ എല്ലാ സൺഡേയും ഐലൻഡിൽ പോകും. ബ്രിസ്റ്റൽ റോഡിൽ മാത്രം അന്നൊക്കെ മര്യാദക്ക് ഓടിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഫുൾ സ്പീഡിൽ ഓടിക്കാനാണ് ഈ പോണത്. ഇപ്പോഴൊക്കെ അവിടെയൊക്കെ ഫുൾ കണ്ടെയ്നർ റോഡിലാണ്. നമ്മുടെയൊക്കെ സമയത്തൊന്നും ആരും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്യാങ് വന്ന് 91 പോപ്പുലർ റാലിക്ക് അതിൽ നിന്ന് 2-3 രൂപ ഓടിച്ചു. ഞാൻ ഓടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ നടത്തി. പക്ഷേ 2 ആഴ്ച മുമ്പ് വീണ് കൈ ഇഞ്ചുറിയായി. അങ്ങനെ ഓടിച്ചില്ല. പിന്നെ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ 94-ൽ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ അനിൽ ബസ്സുണ്ട്. അവനും ഫുൾ സിംഗിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കേരളീയ മോട്ടോർ സ്പോർട്സ് എന്ന് പറഞ്ഞ് ഒരു അസോസിയേഷൻ ഉണ്ട്. അതിൽ മറ്റേ മൂസ ഷെരീഫൊക്കെ ഉണ്ട്. മൂസ ഷെരീഫ് ഇന്റർനാഷണൽ റാലിക്കൊക്കെ നാവിഗേറ്റ് ചെയ്യുന്ന ആളാണ്. ഇന്ത്യയിൽ അതുപോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ പുള്ളി ഏകദേശം ഇൻ്റർനാഷണൽ ഇന്ത്യനൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളൊക്കെ ഉള്ളൊരു ഈ അനിൽ ബസ് ഞാനിവിടെ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. പക്ഷേ അന്നൊന്നും നമുക്കിത് എന്താണെന്നൊന്നും കറക്റ്റ് അറിയില്ല. റാലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വിചാരം ഫുൾ സ്പീഡാണെന്നാണ്. അല്ല, അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ടൈം ഒന്നല്ല, ഇപ്പോൾ റാലി സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സമയത്ത് റാലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറൈൻ ഡ്രൈവിൽ നിന്ന് സ്റ്റാർട്ട് എടുത്താൽ അടിമാലി കഴിഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് സ്റ്റേജ് അല്ല, കോമ്പറ്റേറ്റീവ് സ്റ്റേജാണ്. ഈ കോമ്പറ്റേറ്റീവ് സ്റ്റേജിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ റോഡ്സിലാണ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ട്രാഫിക് എക്സ്പെക്ട് ചെയ്യണം. അന്നത്തെ ഇതുപോലത്തെ റോഡുകളല്ലായിരിക്കുമല്ലോ. ഈ റോഡൊന്നും അല്ല, റോഡൊക്കെ അന്ന് നല്ലതാണ്. പക്ഷെ അന്ന് ഫുൾ നൈറ്റാണ്. ഈ ബൈക്കിലെ ലൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് നമുക്കൊക്കെ അന്ന്. കാരണം ഇവിടെ ഒന്നും അവൈലബിൾ അല്ല. എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക് കൊണ്ട് ലൈറ്റേ ഉള്ളൂ. പക്ഷേ അന്നൊക്കെ ഫുൾ ഗട്ട്സാണ്. വേറെ ഒന്നും നമ്മൾ നോക്കണം, നമുക്കിത് ഓടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പോകണം മറൈൻ ഡ്രൈവിൽ നിന്ന് ഫസ്റ്റ് ചെക്ക് പോയിൻ്റാണ് TC എന്ന് പറയുന്നത്. അവിടം വരെ നമുക്കൊരു ടൈം, അത് ട്രാൻസ്പോർട്ടാണ്. ഈ ട്രാൻസ്പോർട്ടിൻ്റെ അതിലൊരു കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഞാൻ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:14 ആണെങ്കിൽ ആ 9:14 to 59 seconds വരെ 9:14 ടൈം. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ ചെയ്യണം. ഇതൊന്നും നമുക്ക് ആദ്യമൊന്നും അറിയില്ല. നേരത്തെ പോയി ചെക്ക് ഇൻ ചെയ്യും. നേരത്തെ ഈ ട്രാൻസ്പോർട്ടിൽ ചെക്ക് ഇൻ ചെയ്താൽ ഡബിൾ പെനാൽറ്റി കിട്ടും. 1 മിനിറ്റ് നേരത്തെ കയറി 2 മിനിറ്റ് കിട്ടും. അപ്പം നമുക്കൊക്കെ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ 2 ചെക്ക് ഇൻ ചെയ്യുമ്പോൾ തന്നെ 15 മിനിറ്റിക്കുള്ളിൽ പെനാൽറ്റി പാടില്ല. നമുക്ക് അതിലും കൂടുതൽ ഏർലി ചെക്കിങ് കിട്ടിയിട്ടുണ്ടാവും. ആദ്യമൊന്നും അറിയില്ല. ഇത് ഫുൾ കയറി ഒന്ന് തിരിച്ചു പിടിക്കും. പക്ഷേ ഫിനിഷ് ചെയ്ത്. പക്ഷേ അന്നൊന്നും റൈഡിങ് ഗിയർസ് ഒന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ കവർ ഇതുപോലത്തെ ഇങ്ങനത്തെ അല്ല, ആംഗിൾ കവർ ഷൂസ് ആയിരിക്കണം. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. സ്ക്രൂട്ടിനി എന്നൊരു പരിപാടിയുണ്ട്. ബൈക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മളെയൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ഞാനൊരു നോർമൽ ഷൂസ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആംഗിൾ കവർ ഷൂ. അപ്പം നോക്കിയപ്പോൾ എൻ്റെ നല്ല ഷൂസാണ്. പക്ഷേ അവർക്കത് പറ്റില്ല. അപ്പം നമ്മൾ നോക്കുന്നത് നമ്മുടെ അടുത്ത് ബഡ്ജറ്റ് കുറവ്. പ്രൈവറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റാലിക്കൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെടുക. ഔട്ട് ഓഫ് സ്റ്റേറ്റൊക്കെ ഓടിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പോയിട്ട് നമ്മുടെ ഈ ഫയർഫോഴ്സുകാർ യൂസ് ചെയ്യുന്ന ഒരു ക്യാൻവാസ് ഷൂ വാങ്ങിച്ചു. അന്നൊക്കെ റാലി ഭയങ്കര ലോങ് ആണ്. അപ്പോൾ സെക്കൻഡ് ഡേ രാവിലെയാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഫിനിഷ് ചെയ്യാൻ കൊച്ചിയിലേക്ക്. ഒരു മൂന്നാറിൽ അടിമാലിയൊക്കെ കഴിഞ്ഞപ്പം മുതൽ എനിക്ക് ഇങ്ങനെ ഇവിടെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണല്ലോ. എന്ന് പറഞ്ഞാൽ വേദന എടുക്കുക. അത് തുണിയാണ്. 2 ദിവസം തൊട്ട് രാത്രി ചവിട്ടും കുത്തും തന്നെയാണല്ലോ. പക്ഷേ അപ്പോൾ അതിൻ്റെ ബാക്ക് വെച്ചൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ച് ഫിനിഷ് ചെയ്ത്.
ഞാൻ റൈഡിങ് ബൂട്ടൊക്കെ മേടിക്കുന്നത് ഫസ്റ്റ് ബൂട്ട് വാങ്ങിക്കുന്നത് 96 ലാസ്റ്റൊക്കെയാണ്. ഓ, പക്ഷേ അതെന്ന് പറഞ്ഞാൽ അത് ഗുണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ആക്സിഡൻറ്റ് എൻ്റെ 2003 ആക്സിഡൻറ്റ്, അന്ന് എനിക്ക് എല്ലാ ഗിയേഴ്സും ഉണ്ട്, ഫുൾ എല്ലാ വേൾ ക്ലാസ് സാധനങ്ങളും. എൻ്റെ ഹെൽമെറ്റ് അവിടെ നിന്ന് ഇങ്ങനെ വട്ടം പൊട്ടിപ്പോയി. ഞാൻ ഓൾമോസ്റ്റ് ഒരു 6-7 അടി താഴ്ചയിൽ, അതൊരു പാടി ഫീൽഡായിരുന്നു, അതായത് എനിക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബൈക്ക് ഞാനും കൂടി ചെന്ന്, എനിക്ക് ഇത്ര ഓർമ്മയുള്ളൂ, ബൈക്ക് ഇങ്ങനെ താഴത്തേക്ക് പോയി ഫ്രണ്ട് വീൽ കുത്തിയിട്ട് എൻ്റെ ബൈക്കിൽ നിന്ന് പിടുത്തം വിട്ടുപോയി. എന്നെ ഇങ്ങനെ ബൈക്ക് എടുത്ത് എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ എൻ്റെ ഹെൽമെറ്റ് ഇവിടെ നിന്ന് വട്ടം പൊട്ടി, ഞാൻ വീണ്. അപ്പോൾ ചാടി ഞാൻ വണ്ടി എടുക്കാൻ നോക്കാം. ഞാൻ സെക്കൻഡും ജിനൻ എന്ന് കേട്ടിട്ടില്ലേ, ജിനൻ ഫസ്റ്റ് നിൽക്കുറയിലേക്ക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിൽ അഡ്രനലിനിൽ ഞാൻ ചാടി എഴുന്നേക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ബാക്കിൽ നല്ല പെയിൻ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ അനങ്ങാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോയി വീണത്, തെറിച്ച് പോയി വീണത്, തല അടിച്ചിട്ട് ബാക്ക് പോയി കുത്തിയിട്ട് ഇങ്ങനെ കംപ്രസ്ഡ് ആയിപ്പോയി. എനിക്ക് സ്പൈൻ ഫ്രാക്ചർ വന്നാൽ നമ്മൾ പാരലൈസ് ആയി പോകും. എൻ്റെ സ്പൈൻ ഇങ്ങനെ അടുത്ത് പോയി. അപ്പോൾ എനിക്ക് നല്ല പെയിൻ ഉണ്ട് എടുക്കുമ്പോൾ, ഇങ്ങനെ എഴുന്നേക്കുമ്പോൾ. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അവിടെ തന്നെ കിടന്നു. അപ്പോൾ ഞാനത് കേട്ടിട്ടുണ്ട്, സ്പൈനിന് പറ്റിക്കഴിഞ്ഞാൽ എഴുന്നേക്കരുത്, എടുക്കരുത്. അപ്പോൾ ഇതൊക്കെ റാലിയൊക്കെ നടക്കണം. ഈ സ്റ്റേജുകളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലം ഇപ്പോൾ കോമ്പറ്റീറ്റീവ് മാറി സ്പെഷ്യൽ സ്റ്റേജായി. അങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വണ്ടി വരില്ല, നമുക്ക് ഫ്ലാറ്റ് ഔട്ട് പോവാം. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറ്റുമ്പോഴാണ്. എൻ്റെ പുറയിൽ നിന്ന് സ്റ്റാർട്ട് എടുത്തേക്കണം, ലാസ്റ്റ് ബൈക്ക് കഴിയാണ്ട് ആംബുലൻസ് കയറ്റില്ല, അല്ലെങ്കിൽ അവന്മാർ വന്ന് ആംബുലൻസിൽ കയറും. ഇതെല്ലാവരും വന്നത് ഈ നമ്മൾ ഓടിക്കണം എന്ന് പറഞ്ഞാൽ നിർത്താനല്ല, എന്തോരം സ്പീഡിൽ പോകാൻ പറ്റുമെന്നാണ് അപ്പം നോക്കുന്നത്. മനസ്സിലായല്ലേ? മാക്സിമം സ്പീഡാണ് ഇതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ടൈമാണ് ഇതിൻ്റെ വിന്നിങ് വരുന്നത്. അപ്പോൾ അങ്ങനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് ആദ്യം ഓടി വന്നത് അവിടുത്തെ ഒരു ലോക്കലാണ്. ഇതൊരു ഔട്ട്സ്കേർട്ടാണ്, ബാംഗ്ലൂർ ഹൈവേയുടെ അകത്ത്. സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു കോണ കൊടുത്ത ആളാണ് എൻ്റെ അടുത്ത് ആദ്യം ഓടി വന്നത്. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ഞാൻ ഹെൽമെറ്റ് ഊരാൻ നോക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൗസ് കിടപ്പുണ്ട്, ഇത് ഊരാൻ പോകും. ഇയാൾ വന്നിട്ട് ആദ്യം തന്നെ ആദ്യത്തെ പണി, ഇയാൾ ഹെൽമെറ്റ് ഞാനൊക്കെ യൂസ് ചെയ്യുന്ന ഇങ്ങനെ മോട്ടോക്രോസ് ഹെൽമെറ്റാണ്, ഇവിടെ ഇങ്ങനെ നീണ്ടു നിൽക്കും. ഇയാൾ ഇവിടെ പിടിച്ചിട്ട് ഈ ഹെൽമെറ്റ് അങ്ങ് വലിച്ചൂരി, സ്ട്രാപ്പ് അഴിച്ചിട്ടില്ല. നമ്മുടെ സാധാ ലോക്കല്ലേ ഞങ്ങളൊക്കെ റേസിന് യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് ഈ സ്ട്രാപ്പിൻ്റെ ഹുക്ക് വന്നിടത്ത് അവിടെ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് ഒരു സൈഡിലെ സ്ട്രാപ്പ് ലൂസാണ്, അല്ലെങ്കിൽ അത് പോരില്ല. ഇയാളത് വലിച്ചെടുത്തപ്പോൾ വേറൊരാളും കൂടി ഓടി വന്നു. അപ്പം ഞാൻ വെയിലത്താണ് കിടക്കണത്. ഞാൻ വീണേക്കണത് ഏകദേശം ഒരു ഞാൻ 12 അങ്ങനെയാണ് സ്റ്റാർട്ട് എടുത്തേക്കണത്. അപ്പോൾ ഇവർ ഉച്ചക്ക്, അപ്പോൾ ഇവരെന്നെ തണലത്തേക്ക് കിടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് കന്നഡയിൽ ബേഡാന്ന് മാത്രം എനിക്കിപ്പോഴും, ഞാനൊരു 96 മുതൽ ബാംഗ്ലൂർ പോകണതാണ്. എനിക്കിപ്പോഴും അത്യാവശ്യം പറയാനല്ലാണ്ട് എനിക്കിപ്പോഴും കന്നഡ പറയാനൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവർ ബേഡാന്ന് ചോദിക്കും. അപ്പോൾ എനിക്കതും പറയാറില്ല. അവസാനം ഇവരെടുത്ത് കിടത്തി ഒരു സൈഡിൽ. കുറച്ച് കഴിയുമ്പോൾ തന്നെ ആംബുലൻസ് വന്നു. പിന്നെ ഇവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെ ഒരു 2 ദിവസം കിടത്തിയിട്ട് ഇവിടെയായിരുന്നു, ലേക്ക് ഷോറിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ജൂലൈ 20th ഇത് പറ്റിയത്. 28th ഇവിടെ സർജറി. അത് കഴിഞ്ഞ് November 2 വരെ ഞാൻ ബെഡിൽ തന്നെയായിരുന്നു. November 2 വരെ ഒന്നും ബെഡിൽ കിടക്കേണ്ട കാര്യം. എൻ്റെ അപ്പച്ചനെ എൻ്റെ കയ്യിലിരിപ്പ് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അതിന് മുമ്പ് 2 ഹെഡ് ഇഞ്ചുറി വന്നിട്ടുണ്ട് ആക്സിഡൻറ്റ്. അപ്പോൾ അത് കാരണം അപ്പച്ചൻ പറഞ്ഞ് കിടത്തിയതാണ്. അപ്പോൾ November 10 എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ എഴുന്നേപ്പിച്ചു. എത്രാമത്തെ വയസ്സിലായിരുന്നു ആക്സിഡൻറ്റ്? 32. അപ്പോൾ ആ ബർത്ത്ഡേക്ക് മുമ്പ് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ എഴുന്നേൽപ്പിച്ചപ്പോഴും ഞങ്ങൾ ഈ ബോഡി പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട് റാലിക്കൊക്കെ പോകുമ്പോൾ, എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ. അപ്പോൾ ആ ബോഡി പ്രൊട്ടക്ടർ പോലത്തെ ഒരു ബെൽറ്റ് ഉണ്ട് എനിക്ക് ഇവിടം വരെ, അതിങ്ങനെ ഇട്ട് കെട്ടി വെച്ചിട്ടാണ് എഴുന്നേൽക്കണത്. പക്ഷേ ഫസ്റ്റ് ഡേ എനിക്ക് ശരിക്കും സങ്കടം വന്നു. ഞാൻ വിചാരിച്ച് എനിക്ക് നടക്കാൻ പറ്റില്ലെന്ന്. ഞാൻ ഈ ലോങ്, അതായത് ജൂലൈ 28 മുതൽ ഞാൻ ബെഡിൽ കിടക്കുക. 20th ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ എഴുന്നേറ്റിട്ടില്ല. പിന്നെ അപ്പോൾ ഈ ആദ്യം ലേക്ക് ഷോറിൽ വെച്ച് തന്നെ എഴുന്നേപ്പിച്ച് ഈ ബെൽറ്റൊക്കെ ഇട്ടിട്ട് എഴുന്നേപ്പിച്ചപ്പോൾ നിർത്തിയപ്പോൾ എൻ്റെ 2 കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ ഒട്ടും ബലമില്ല, ഇങ്ങനെ കുഴഞ്ഞു പോകണ പോലെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് 99 പോപ്പുലർ റാലിക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഇങ്ങനെ ഹിപ്പ് തളർന്ന ഒരാളുണ്ട്, ചാലക്കുടിക്കാരൻ സാമി എന്ന് പറഞ്ഞിട്ട്. പുള്ളി മരിച്ചുപോയി കോവിഡിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ സമയത്തൊക്കെ വന്നത് ഇതാണ് ചിന്ത. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ബിനു ടെൻഷനൊന്നും അടിക്കേണ്ട, താൻ കുറേ നാളായി എഴുന്നേറ്റിട്ട്, അത് തൻ്റെ ശരീരം മറന്നു പോയിട്ടാണ്, കുറച്ച് നേരം അവിടെ ഇരിക്കുക, ഒന്ന് പതുക്കെ മതിലിൽ പിടിച്ചൊക്കെ നടക്കാൻ പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം നടന്നിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞ് സ്ട്രെച്ചറിൽ തന്നെ പോയിട്ട് ആംബുലൻസിൽ കിടന്ന് തന്നെ പോയാൽ മതി, വീട്ടിൽ ചെന്നിട്ട് പതുക്കെ നടന്നായെന്ന് പറഞ്ഞു. പക്ഷേ ഇയാളുടെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഡോക്ടർ പോയി അങ്ങോട്ട് വന്നാൽ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു 10-20 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ ഈ ബെൽറ്റ് ഇട്ട് എഴുന്നേറ്റു. ഞാൻ സ്റ്റെയർ ഇറങ്ങിയാണ് താഴത്ത് വന്നത്.
ഞാൻ ആംബുലൻസിൽ എന്നെ അന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ ആംബുലൻസിലാണ്. ഞാൻ ആംബുലൻസിൽ ഇരുന്നാണ് പോകുന്നത്. കാര്യം ഞാൻ അങ്ങനത്തെ ഇത് കണ്ടിട്ട് കുറേ നാളുകളായി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സ്പൈൻ ഇഞ്ചുറി ആയതുകൊണ്ട് ഓടിക്കാനായിട്ട് വീട്ടിലെ എല്ലാവർക്കും പിന്നെ അത്രയും വലിയ ഇഞ്ചുറി ആയിരുന്നു. അപ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വീട്ടിലാരും സമ്മതിക്കില്ലായിരുന്നു. വീട്ടിൽ നിന്ന് സപ്പോർട്ട് കുറവായിരുന്നല്ലേ? വീട്ടിൽ നിന്ന് പിന്നെ എന്ന് പറഞ്ഞാൽ ഇല്ല, വീട്ടിൽ നിന്ന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ഒരു സാധാ കമ്പനി ജോലിക്കായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാ സാധനങ്ങളും എനിക്ക് കറക്റ്റ് സമയത്ത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 20ാമത്തെ വയസ്സിൽ ബൈക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള അപ്പൻ എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നെ ആദ്യം കൊണ്ടുവന്നത് സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ പഴയൊരു ഹോസ്പിറ്റലുണ്ട് MG റോഡിൽ. അവിടെയാണ് ആദ്യം കൊണ്ടുവരുന്നത്. എൻ്റെ ആൻറ്റി അവിടുത്തെ ഹെഡ് നേഴ്സായിരുന്നു, ഒരു അങ്കിളിൻ്റെ വൈഫ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടെ ലാസ്റ്റ് ആണെന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. പുള്ളി അപ്പോൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞു ഇത് ബെഡ് റെസ്റ്റ് എടുത്താൽ ശരിയാകും. എൻ്റെ അടുത്ത് ബാംഗ്ലൂർ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇതിങ്ങനെ വളഞ്ഞുണ്ട് ചെറിയതായിട്ട്. അപ്പോൾ ഭാവിയിൽ വെയിൻസിനൊക്കെ എവിടെയെങ്കിലും ടച്ച് ചെയ്തൊക്കെ പ്രോബ്ലം വരും. അപ്പോൾ ലേക്ക് ഷോറിൽ ഇങ്ങനെ ഒരു ലേക്ക് ഷോർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ, ലേക്ക് ഷോറിന് ആ സമയത്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇത് 2003 സംഭവം. അപ്പോൾ ലേക്ക് ഷോറിൽ ഇങ്ങനെ ഒരു പുതിയ സർജൻ വന്നിട്ടുണ്ട്, സ്പൈൻ സർജൻ വന്നിട്ടുണ്ട്. അയാൾ സ്പൈൻ. അപ്പോൾ എൻ്റെ ഫാദർ നെക്സ്റ്റ് വാക്കാൻ, അപ്പോൾ അയാൾ പറയുന്നുണ്ട് പൈസ കൂടുതലായിരിക്കും. അനിയൻ്റെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞു എടാ ആംബുലൻസ് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന ആംബുലൻസ് പറഞ്ഞു വിട്ടു. എന്നെ നേരെ ലേക്ക് ഷോറിൽ കൊണ്ടുവന്ന് ലേക്ക് ഷോറിൽ കൊണ്ടുവന്നിട്ട് 2ാമത്തെ ദിവസം 26 അഡ്മിറ്റ് ചെയ്ത് 28 ഈ സർജറി. പക്ഷെ അത് ഇതെല്ലാം കഴിഞ്ഞ് ഈ ബെൽറ്റ് ഇട്ടാൽ നടക്കുമായിരുന്നു പറഞ്ഞില്ലേ. അങ്ങനെ നടക്കാൻ തുടങ്ങി 3 മാസം ഞാൻ പിന്നെ അതിട്ട്. ഇത് ലാസ്റ്റ് ഇത് ഊരിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് തൻ്റെ ഫാദർ പറഞ്ഞിട്ടാണ് തന്നെ ഇങ്ങനെ കിടത്തിയത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞാണ്ട് 1.5 മാസം 2 മാസം കഷ്ടി മതി. കാര്യം സർജറി ചെയ്ത് ട്യൂബ് ഇട്ടിട്ടുണ്ട് അകത്ത്. ഇമ്പോണൻ്റ് ഉണ്ട്. എനിക്കൊരു പ്ലേറ്റിന് 2 ബോൾട്ടും ഉണ്ട് സ്പൈനിൽ. അപ്പോൾ അതുള്ള കാരണം വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ താൻ അതുപോലെ റെസ്റ്റ് എടുത്ത് തരണം. പക്ഷേ എനിക്കിപ്പോഴും ഒരു പ്രോബ്ലം ഇല്ല. എനിക്ക് ഒരു റൈറ്റ് സൈഡിൽ ഒരു റിബില്ലെന്ന് പറഞ്ഞാൽ ഇത് ഈ ഇമ്പോണൻ്റ് കയറ്റാൻ വേണ്ടി കട്ടുകളാണ്. എൻ്റെ സ്പൈൻ ബാക്കിലല്ല ഈ സർജറി ചെയ്തേക്കണം, ഈ സൈഡിലാണ് സർജറി ചെയ്തേക്കണം. അപ്പോൾ അതങ്ങനെ. പക്ഷേ എനിക്കതിൻ്റെ ഒരു ഡിസ്കംഫർട്ടബിൾ അത് കഴിഞ്ഞിട്ട് തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. ഈ 20ാമത്തെ വയസ്സിൽ ബൈക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഫസ്റ്റ് ബൈക്ക് ഏതായിരുന്നു? റോഡ് കിങ്, SD റോഡ് കിങ്. അത് ഈ പറയുന്ന ഓഫ് റോഡ് സെഗ്മെന്റിലുള്ള വണ്ടിയാണ്? ഓഫ് റോഡ് സെഗ്മെന്റ് അല്ല, അന്ന് ഞങ്ങളുടെ ഗ്യാങ്ങിൽ എല്ലാവർക്കും SD ആണ്. ഈ SD ക്ലാസിക് ഉണ്ട്, റോഡ് കിങ് ഉണ്ട്. അപ്പോൾ ഇതാണ് കൂടുതലും. അപ്പോൾ റോഡ് കിങ് ആണ് കൂടുതലും. റോഡ് കിങ് കുറേ സ്പോർട്ട്. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു, ഞാൻ പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോഴും ആ ചേട്ടൻ്റെ വണ്ടി ചെറുപ്പം മുതലേ കാണുന്ന SD ആണ്, അത് ക്ലാസിക്കാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ചെറുപ്പം മുതലുള്ള ബൈക്കിൻ്റെ ഒരു ഇത് SD ആണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് RX 100 21,000 അങ്ങാണ്ട് 22 അങ്ങാണ്ട് ഉള്ളൂ. ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് SD എന്ന് പറഞ്ഞാൽ അത് ഫ്രഷാണ്, 9 മാസം കഴിഞ്ഞ വണ്ടിയായിരുന്നു. അന്ന് പുതിയത് കിട്ടാനില്ല. അങ്ങനെയാണ് ഈ ബൈക്ക് ഞാൻ റോഡ് കിങ് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത്. പക്ഷേ അതെടുത്ത് ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ റാലി പ്രാന്ത് കുറച്ചും കൂടി സ്പോർട്സ് ബൈക്ക് വേണമെന്ന് തോന്നി. അങ്ങനെ അത് കൊടുത്തിട്ട് പിന്നെ ഞാൻ RX എടുത്തു. ഈ പറയുന്ന പോലെ സ്പോർട്സ് റൈഡിങ്ങും നമ്മുടെ ഈ റാലി റൈഡിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? റാലി റൈഡിങ് താൻ റേസും റാലിങ്ങുമാണ്. ട്രാക്കിൽ എവൻസ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പ് റേസ് ആയിരിക്കും, പ്ലസ് ചെറിയ ട്രാക്ക് ആയിരിക്കും. റാലി അങ്ങനെയല്ല. റാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോർമൽ റോഡ്സ് ആയിരിക്കും. എൻ്റെയൊക്കെ ആദ്യകാല റാലീസൊക്കെ ഞാനൊക്കെ ഓടിച്ചേക്കുന്നത് മൂന്നാർ. ശരിക്കും ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യണത് മറൈൻ ഡ്രൈവ്, നമ്മൾ റോട്ടിൽ കൂടെ ഓടിച്ചാൽ പോണത്. ഇപ്പോഴൊന്നും അതൊന്നും പറ്റില്ല. എന്നാൽ അന്ന് 10-40 ബൈക്ക് എല്ലാം ഓരോ മിനിറ്റും ഓരോ വണ്ടി സ്റ്റാർട്ട് എടുക്കുക. പക്ഷെ അത് ആരാംശം പോകണം. നമുക്ക് മൂന്നാർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അടിമാലി അപ്പുറം എടുക്കാൻ 2 മണിക്കൂർ 2-2.5 മണിക്കൂറൊക്കെ തരും. നമ്മളിപ്പോൾ നോർമലി ഞാനൊക്കെ ഒരു 1 മണിക്കൂർ 1:30 എന്നാൽ ഒരു സ്പീഡിലായിരിക്കും നമ്മൾ പോണത്. ട്രാഫിക്കിലൊക്കെ മാത്രമേ കെയർഫുൾ ആവുള്ളൂ. അപ്പോൾ ഇപ്പം അങ്ങനെയൊന്നും പെർമിഷൻ കിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വാഗമണിലും പണ്ട് ഈസ്റ്റേൺ വാലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേജൊക്കെ നമ്മുടെ നോർമൽ റോഡാണ്. അന്ന് രാത്രി അവിടെ ഒന്നും ട്രാഫിക്കില്ല. പ്ലസ് രാത്രിത്തെ ഓപ്പോസിറ്റ് വണ്ടി വന്നാലും നമുക്ക് ആ ലൈറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കണമെന്ന് അവർ കെയർഫുള്ളായിരിക്കും, നമ്മൾ പോണവരും കെയർഫുൾ ആകും. കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനത്തെ റാലീസൊന്നും ഇല്ല. ഇപ്പോഴത്തെ റാലീസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടോക്രോസാണ്. ഓട്ടോക്രോസ് മീൻസ് അധികം ഓടിക്കാനില്ല. ഒരു 9 കിലോമീറ്റർ 8 കിലോമീറ്റർ സ്റ്റേജ് ഉണ്ടാവും. അത് തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും സർവീസ് പാർക്കും വരും. അപ്പോൾ ഒരു ടോട്ടൽ റാലി ഡിസ്റ്റൻസ് ഒരു 120 കിലോമീറ്റർ 90 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെയൊക്കെ ആദ്യ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോപ്പുലർ റാലി തന്നെ 700 കിലോമീറ്റേഴ്സാണ് 2 ദിവസത്തിൽ. അന്നെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഗേസ് അങ്ങനെയുള്ളതൊക്കെ ശരിക്കും ഈ ഹെൽമെറ്റിൻ്റെ വൈസർ കാര്യം ഫോഗൊക്കെ വന്ന് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം അത്രയും ക്വാളിറ്റി സാധനം. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. പുറത്ത് എല്ലാ ടോപ്പ് ബ്രാൻഡ്സ് ഗിയേഴ്സും ഇപ്പോൾ ഇവിടെ. ഇപ്പം പിന്നെ ഓൺലൈൻ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അന്നത്തെ കാലത്ത് മുതൽ തന്നെ ഓൺലൈനൊക്കെ അവിടെ നിന്ന് തപ്പി പിടിച്ചൊക്കെ മേടിക്കുമായിരുന്നു. ആരെങ്കിലും പുറത്തുള്ളവരൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ഞാൻ പൈസ കൺവേർട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് മേടിക്കാനായിട്ട് സാധനങ്ങൾ. ഏറ്റവും കൂടുതലും ഓടിച്ചിരിക്കുന്ന കിലോമീറ്റർ കൂടുതൽ ഏതാണ് ഓടിച്ചിരിക്കുന്നത്?
റാലി ഏറ്റവും കൂടുതൽ ഓടിച്ചേക്കുന്നത് ദക്ഷിണ ടയർ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ നോർമൽ ആൾക്കാർക്കൊക്കത്തിനും, അതായത് ഇവൻ എല്ലാവർക്കും സർവീസ് ഉണ്ടായിരുന്നു, സർവീസ് അല്ല ട്രാൻസ്പോർട്ട്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യണത് ഹംപി അടുത്താണ്. ഞാൻ രാവിലെ കാറുകാരുടെ ഒപ്പം ഞാനും അങ്ങ് പോയി. പക്ഷേ ഞാൻ മാത്രമുള്ള റോഡിൽ ബൈക്കായിട്ട്, ബാക്കി എല്ലാവരും കൊണ്ടുവന്നിട്ട് ഈ നമ്മൾ സ്റ്റേജ് സൂപ്പർ സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ, റോഡ് ക്ലോസ് ചെയ്തല്ലോ, അതിൻ്റെ ഒരു 10 കിലോമീറ്റർ ഒന്ന് നടക്കുമ്പോൾ ഒന്ന് വാങ്ങാൻ വേണ്ടി അവിടെ നിന്ന് ഓടിക്കും. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് എനിക്കൊരു ഹാപ്പി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന സിംലയിലൊരു ഇവൻ്റ്, സിംലല്ല ചണ്ഡീഗഡിലാണ് സ്റ്റാർട്ട് ചെയ്യണം, സജോബ എന്ന് പറഞ്ഞിട്ട്. അതൊരു നല്ല ഇവൻ്റ്. അത് സിംല ഔട്ട്സ്കേർട്സിലാണ് ഞാൻ ഓടിച്ച കൊല്ലം നടന്നത്. ക്രോസ് കൺട്രിയാണ് ഓടിക്കാനൊരു മൂഡ് നമുക്ക് എപ്പോഴും. കാര്യം മറ്റേത് പെട്ടെന്ന് തീർന്നു പോകും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് സ്റ്റേജസും, ദക്ഷിണ ടയറിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഞാൻ പറഞ്ഞില്ലേ, ഈ 12 കൊല്ലം കഴിഞ്ഞ് ഓടിച്ചത്, ആദ്യത്തെ സ്റ്റേജ് ശരിക്കും 28 കിലോമീറ്ററാണ് ഒരു സ്റ്റേജാണ് കേട്ടോ അത്. ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ലോങ് 28 കിലോമീറ്റേഴ്സ് ഫുൾ ഫ്ലാറ്റ് ഔട്ട്. ഈ ലാപ്പ് പോലാണോ അത്? ലാപ്പൊന്നുമില്ല, സ്റ്റാർട്ട് ഫിനിഷ് അവിടം വരെ നമ്മുടെ മാക്സിമം. ഈ റോഡുകൾ ഓപ്പോസിറ്റ് വണ്ടി ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ഈ ഓടിക്കുന്ന സ്ഥലത്ത് ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഈ 12 കൊല്ലത്തെ ബ്രേക്കിന് ശേഷം പോയേക്കാണ്. അപ്പോൾ പിള്ളേരൊക്കെ എല്ലാവരും നല്ലൊരു ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗിയേഴ്സൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവരും അതൊക്കെ ഇല്ല. അപ്പം ഞാൻ എൻ്റെ പുറകിലത്തെ അവരോടൊക്കെ പറഞ്ഞ്, ഞാൻ ഇങ്ങനെ ഒരു 12 കൊല്ലം കഴിഞ്ഞ ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ്, നിങ്ങൾ എൻ്റെ ബാക്കിൽ വരുവാണെങ്കിൽ ഹോൺ അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ടൈം കളയാനാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിൽ വരുവാണെങ്കിൽ ഹോൺ അടിക്കണം, ഞാൻ മാറ്റിത്തരാം, ഞാൻ ഒരു താല്പര്യത്തിനോട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് 45 ഉണ്ട് ദക്ഷിണേർ ഓടിക്കുമ്പോൾ. പക്ഷേ ഞാൻ സ്റ്റാർട്ട് എടുത്തു, ഫിനിഷ് ചെയ്തപ്പോൾ ഞാൻ 3 പേരെ ഓവർടേക്ക് ചെയ്തു. എൻ്റെ മുമ്പിൽ പോയ എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചിരുന്നത് അപ് ടു 165 ആണ് ഇമ്പൾസ്. അത് 150cc ആണ്. അപ്പോൾ അങ്ങനെ ക്ലാസ് ഉണ്ട് ഇതിൽ. ഞാൻ എൻ്റെ ക്ലാസ്സിലാണ് 5th ഓവറോൾ 12th വന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലാസ്സിൽ ഈ സ്റ്റേജിൽ എൻ്റെ സെക്കൻഡ് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഈ പിള്ളേരൊക്കെ ബാംഗ്ലൂർ, ഇവിടെ നിന്ന് ഇവൻ ഡക്കാർ ഓടിക്കാൻ പോകണവർ എന്നെ ഇപ്പോഴും സാറെന്ന് വിളിക്കണം. അത് റെസ്പെക്റ്റ് ചെയ്യണം അവർ. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞിട്ട് സാർ യു ഫൂൾഡ് എവരി വൺ. അപ്പോൾ ഇവന്മാർ പറയണത് പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെയൊന്നും ഓടിക്കാൻ പറ്റില്ല. പിന്നെ ഇത്രയും ലോങ് സ്റ്റേജൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ റാലി സ്റ്റേജൊന്നും ഇത്രയൊന്നും ലോങ് ഒന്നുമില്ല. ആദ്യ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പുതിയ റാലികളൊക്കെ ഷോർട്ട് സ്റ്റേജസ് ആണ്. അപ്പം ഞാൻ അങ്ങനത്തെ ഒന്നും ഓടിച്ചിട്ടുമില്ല. കുറേ നാളായിട്ട് നമുക്ക് ഈ ഒരു ടച്ചില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് 5th വന്നപ്പോൾ ശരിക്കും ഞാനത് 3rd ആയിരുന്നു. ഒരു സ്റ്റേജിൽ ഇങ്ങനെ ട്രാൻസ്പോർട്ടിൽ ഒരെണ്ണത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് ഞാൻ അതിലും പോയിട്ട് 1.5 മിനിറ്റ് ഏളി ചെക്കിങ് ചെയ്ത് എനിക്ക് 3 മിനിറ്റ് പെനാൽറ്റി കിട്ടി. അങ്ങനെ എൻ്റെ 3rd 5th ആയി. ഇതിൽ പെനാൽറ്റി വരും ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അത് നമ്മൾ നോക്കി തന്നെ ചെയ്യണം.